Sir, kindly share your personal reminiscences with His Grace Dr. Paulos Mar Gregorius. എൻ്റെ പേഴ്സണൽ റെമിനിസൻസസ് എന്ന് പറയുമ്പോൾ ഞാൻ അദ്ദേഹവുമായിട്ട് നേരിട്ട് കണ്ട് സംസാരിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ അദ്ദേഹത്തെ തിരിച്ചറിഞ്ഞത് പ്രത്യേകിച്ചും അദ്ദേഹത്തിൻ്റെ എഴുത്തുകളിൽ കൂടെയാണ്. ആദ്യകാലത്തൊക്കെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസിൻ്റെ ഒരു പീരിയോഡിക്കായിട്ട് ഇറക്കുന്നതായ ഈ പുസ്തകങ്ങളിൽ ഒരു സ്ഥിരം കൺട്രിബ്യൂട്ടറായിട്ടും അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങളൊക്കെ ഞാൻ അങ്ങനെയാണ് വായിക്കാനിടയായത്. അത് അതിനുശേഷം ഞാൻ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ ജോയിൻ ചെയ്തു. അത് ഗാന്ധിയൻ സ്റ്റഡീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ജോയിൻ ചെയ്തതിന് ശേഷമാണ് പൗലോസ് മാർ ഗ്രിഗോറിയോസിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ടുള്ള ഒരു ബന്ധത്തെ പറ്റിയൊക്കെ ഞാൻ തിരിച്ചറിഞ്ഞത്. ആ ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു കോഴ്സ് ഉണ്ടായിരുന്നു, പീസ് സ്റ്റഡീസ് കോഴ്സ്. അതുകൂടാതെ ഡിസാർമമെൻറ്റിനെ പറ്റി ഒരു കോഴ്സ് ഉണ്ടായിരുന്നു. ഡിസാർമമെൻ്റ് കോഴ്സ് പലർക്കും പഠിപ്പിക്കുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നില്ല. പക്ഷേ പീസ് സ്റ്റഡീസ്, പീസ് തിയറി, അതിൻ്റെ നുവാൻസസ് പ്രത്യേകിച്ചും പഠിപ്പിക്കാൻ അല്പം വൈദഗ്ധ്യം ആവശ്യമായി വരുന്നു. അപ്പോൾ അന്ന് ഈ ഡിപ്പാർട്ട്മെൻറ്റ് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി തുടങ്ങുന്ന സമയത്ത് ഒരു ഫൗണ്ടിങ് ഡിപ്പാർട്ട്മെൻറ്റ് എന്നുള്ള നിലയിലാണ് ഈ ഗാന്ധിയൻ സ്റ്റഡീസിന് തുടക്കം കുറിച്ചത്. അപ്പോൾ അതിന് സ്ഥലങ്ങളിലായിരുന്നു. ആ ഡിപ്പാർട്ട്മെൻറ്റ് പ്രവർത്തിച്ചത് ബസേലിയസ് കോളേജ് നൽകിയ ചില മുറികളിൽ നിന്നാണ്. അപ്പോൾ ആ സമയത്ത് പഠിപ്പിക്കുവാനും റെഗുലറായിട്ടുള്ള അധ്യാപകരില്ലായിരുന്നു. അന്നുണ്ടായിരുന്ന ഒരു കോൺട്രാക്റ്റ് ഫാക്കൽറ്റിയാണ് എന്നോട് തിരുമേനി ചെയ്തതായ ഈ സംഭാവനകളെ പറ്റി പറഞ്ഞത്. അദ്ദേഹം വെറുമൊരു കോൺട്രാക്ട് ലെക്ചററായിരുന്നു. അദ്ദേഹം തിരുമേനിക്ക് ഈ വിഷയത്തിൽ പ്രാഗൽഭ്യമുണ്ടെന്ന് അദ്ദേഹം ബസേലിയസ് കോളേജിൽ വെച്ച് ആരോ പറഞ്ഞ് മനസ്സിലാക്കി. പിന്നീട് ബോംബെയിൽ വെച്ച് ഇസ്കോൺ ഓർഗനൈസ് ചെയ്ത ഒരു കോൺഫറൻസിൽ വെച്ചാണ് തിരുമേനിയെ പരിചയപ്പെടുകയും ഇതുപോലൊരു ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ടെന്നും ഇതുപോലൊരു കോഴ്സ് നടക്കുന്നതും ഞങ്ങളുടെ കുട്ടികളെ ഒന്ന് അഡ്രസ്സ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പം അതിനുശേഷം അദ്ദേഹം കോട്ടയത്ത് വന്നപ്പോഴൊക്കെ ഈ സോഫിയ സെൻട്രൽ താമസിച്ച് യൂണിവേഴ്സിറ്റിയുടെ വാഹനത്തിൽ പ്രതിഫലമൊന്നും വാങ്ങിക്കാതെ നിരവധി ക്ലാസ്സുകൾ കുട്ടികൾക്ക് എടുത്തു കൊടുത്തതായിട്ട് എന്നോട് ആ അധ്യാപകൻ പറയുകയുണ്ടായി. ഞാൻ പിന്നീട് ഒരു റെഗുലർ ഫാക്കൽറ്റി ആയിട്ട് ജോയിൻ ചെയ്തതിന് ശേഷം. ഇപ്പം നമ്മുടെ ആദ്യത്തെ ബാച്ച് സ്റ്റുഡൻസിനൊക്കെ അദ്ദേഹത്തിൻ്റെ ആശയങ്ങളുമൊക്കെ ലഭിച്ചു എന്നത് ഒരു വലിയ ഭാഗ്യമായിട്ടാണ് കാണുന്നത്. ആ നിലയിൽ ഡിപ്പാർട്ട്മെൻറ്റ് അദ്ദേഹത്തിനോട് കടപ്പെട്ടിരിക്കുന്നു. പിന്നീട് ഞാൻ വന്നതിന് ശേഷം വേറൊരു വന്ന് ജോയിൻ ചെയ്ത് കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ മറ്റൊരു ഡെവലപ്മെൻ്റ് ഉണ്ടായത് ബസേലിയസ് കോളേജിൽ തന്നെയുള്ള ഒരു അധ്യാപകൻ്റെ അടുത്ത് ഗവേഷണം ചെയ്യണം എന്ന് താല്പര്യപൂർവ്വം എന്നോട് വന്ന് സംസാരിക്കുകയുണ്ടായി. ഗവേഷണ വിഷയമായി അദ്ദേഹം തിരഞ്ഞെടുത്തത് പൗലോസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനിയുടെ ലൈഫ് വേൾഡിനെ പറ്റിയുള്ള സങ്കല്പങ്ങളും ഒക്കെയാണ്. അപ്പോൾ അതിന് ആധാരമാകുന്ന രേഖകൾ, സോഴ്സസ് ആയിട്ട് അദ്ദേഹം പറഞ്ഞത് എനിക്ക് തോന്നുന്നു സോഫിയ സെൻട്രലിലും അതുപോലെ തന്നെ മറ്റ് ചില സ്ഥലങ്ങളിലുമൊക്കെ അൺപബ്ലിഷ്ഡ് മെറ്റീരിയൽസ് ധാരാളമുണ്ട്. അതൊരു പക്ഷേ എനിക്കത് അക്സസ് ചെയ്യാൻ പറ്റും, അതിൻ്റെ അടിസ്ഥാനത്തിൽ റിസർച്ച് ചെയ്യാം എന്ന് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. പക്ഷേ നിർഭാഗ്യവശാൽ അത് റിസർച്ച് എന്ന് പറയുന്ന ഒരു പാഷനാണല്ലോ. അപ്പോൾ ആ ഒരു പാഷൻ അദ്ദേഹത്തിന് തുടർന്നുകൊണ്ട് പോകാൻ പറ്റാതെ ഇടയ്ക്ക് വെച്ച് അത് നിർത്തിവെച്ചു. പിന്നീട് ഞാൻ വർഷങ്ങൾക്ക് ശേഷം ഈ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഡയറക്ടറായിട്ടിരുന്ന സമയത്താണ് KM ജോർജ് അച്ഛൻ ഇങ്ങനെ ഒരു പ്രൊപ്പോസലുമായിട്ട് വന്നത്. അതും ഗാന്ധിയൻ സ്റ്റഡീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഈ ചെയർ ലൊക്കേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിന് തിരുമേനിയുടെ ഒരു കടപ്പാടുണ്ട്. അപ്പം അതുകൊണ്ട് ഞങ്ങളത് വളരെ സന്തോഷത്തോടു കൂടി അത് ആ ഡിപ്പാർട്ട്മെൻറ്റിൽ സ്ഥാപിക്കുവാനും അതുപോലെ തന്നെ അതിൻ്റെ ഇനോഗ്രേഷൻ നടത്തി ഒരു കുറേ കാലം ഞാനും അതിൻ്റെ ഒരു കോർഡിനേറ്ററായിട്ട് ഇരിക്കുകയും ചെയ്തു. എന്ന് പറഞ്ഞാൽ കോർഡിനേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെയർ അല്ല,
പക്ഷേ ഇതുമായി ബന്ധിപ്പിച്ചുകൊണ്ടിരുന്ന ആക്ടിവിറ്റീസൊക്കെ ഒന്ന് ക്രമീകരിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ് എന്നുള്ള രീതിയിൽ അങ്ങനെ ഇരിക്കുകയും ചെയ്തു. അപ്പോൾ അതിനുശേഷം പല ആക്ടിവിറ്റീസും അത് KM ജോർജ് അച്ഛൻ്റെ നേതൃത്വത്തിലും നടന്നതായിട്ട് പല പബ്ലിക്കേഷൻസും പ്രസിദ്ധീകരിക്കാത്തതൊക്കെ കമ്പൈൽ ചെയ്ത് പ്രസിദ്ധീകരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം തിരുമേനി ഞാൻ വളരെ അഡ്മിറേഷനോടുകൂടി നോക്കിക്കാണുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിലാണ് ഞാൻ അദ്ദേഹത്തെ കാണുന്നത്. എന്ന് മാത്രമല്ല എൻ്റെ ഒരു എസ്റ്റിമേഷനിൽ കേരളം പ്രൊഡ്യൂസ് ചെയ്ത ഇൻ്റലക്ച്വൽസിൻ്റെ ഒരു ടോപ്പ് നിരയിലാണ് ഞാൻ തിരുമേനിയെ കാണുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ ഫിലോസഫിയിലുള്ള ആഴത്തിലുള്ള പരിജ്ഞാനം, അതുപോലെ തിയോളജി, പ്രത്യേകിച്ചും ഈസ്റ്റേൺ ട്രഡീഷനിലുള്ള പരിജ്ഞാനം, മറ്റു മതങ്ങളെയും അവരുമായിട്ട് ഉള്ള സംസർഗത്തിൽ ഏർപ്പെട്ട് അങ്ങനെ ലഭിച്ചതായ പരിജ്ഞാനം, ഈസ്റ്റേൺ ക്രിസ്ത്യാനിറ്റിക്ക് പുറമെ വെസ്റ്റേൺ ക്രിസ്ത്യാനിറ്റിയുമായിട്ട് ഈ വേൾഡ് കൗൺസിൽ ഓഫ് ചർച്ചസിൽ ഉണ്ടായ ഒരു അതുമായി ഉണ്ടായ ഇൻട്രാക്ഷൻ, അതുപോലെ സോവിയറ്റ് യൂണിയൻ, ഈസ്റ്റ് യൂറോപ്പ് ഇങ്ങനെയുള്ള പ്രദേശങ്ങളിലേക്ക് അവിടെയുള്ള നേതൃത്വമായിട്ടും ചർച്ച് ലീഡർഷിപ്പും അല്ലാതെ സെക്കുലർ ലീഡർഷിപ്പും ഒക്കെ ആയിട്ട് അദ്ദേഹത്തിനുണ്ടായിരുന്ന ബന്ധങ്ങൾ, ഇതൊക്കെ ഒരു വിശ്വപൗരന് സമാനമായ ഒരു തലത്തിലേക്ക് അദ്ദേഹത്തെ ഉയർത്തുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അത് നമ്മുടെ ഒരു ചെറുപ്രായത്തിലൊക്കെ അതൊരു അഡ്മിറേഷനോട് കൂടി ഞാൻ നോക്കിക്കണ്ട ഒരു കാര്യം. പൗലോസ് മാർ ഗ്രിഗോറിയസ് തിരുമേനിയുടെ സ്പെഷ്യലി റൈറ്റിംഗ്സ് ഈ കാര്യങ്ങളിലൊക്കെയും അതിനെ പ്രൊമോട്ട് ചെയ്യാനും ഇതുമായിട്ട് കൊളാബറേറ്റ് ചെയ്യാനും എന്തൊക്കെ കാര്യങ്ങളാണ് ഒന്ന് സാർ നമ്മളോടൊന്ന് ഷെയർ ചെയ്യാമോ? അത് ഞാൻ പറയുവാണെങ്കിൽ ഈ സമാധാനത്തെ സംബന്ധിച്ചുള്ള അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടെന്ന് പറയുന്നത്, അന്ന് പൊതുവെ പരക്കെ ലോകത്തിൽ ഈ സമാധാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആബ്സെൻസ് ഓഫ് വാർ എന്നുള്ള രീതിയിലായിരുന്നു കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ യുദ്ധമില്ലാത്ത ഒരു ലോകം, അപ്പോൾ ശീതസമരത്തിൻ്റെ ഒരു കാലഘട്ടമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പം ഒരു ആണവ യുദ്ധം, ഇനിയുള്ള ഒരു യുദ്ധം, ആണവ ആയുധങ്ങൾ പ്രയോഗിക്കും എന്നുള്ള ഒരു ഭീതി പ്രത്യേകിച്ചും പാശ്ചാത്യ നാടുകളിലുള്ളവർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഈ ശീതസമര കാലഘട്ടത്തിൽ ഈ യുദ്ധം ഉണ്ടാകും. അപ്പോൾ അതിനെതിരെയുള്ള ചെറുത്തുനിൽപ്പ്, അപ്പോൾ അതിനാണ് മുൻതൂക്കം കൊടുക്കേണ്ട സമാധാന പ്രവർത്തനങ്ങളിൽ എന്ന് പാശ്ചാത്യ ശക്തികൾ വാദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, അത് നിരായുധീകരണം, അതുപോലെ ശീതസമരം അവസാനിപ്പിക്കുക, ഇതൊന്നും ദരിദ്ര രാജ്യങ്ങളുടെ ഒരു അജണ്ടയിൽ പെടുന്നതല്ല. ദരിദ്ര രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ദൈനംദിന ജീവിതം എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അതുതന്നെ ഒരു പീസ്ലെസ്നെസ്സിന് സമാനമാണ്. അവിടെ അവർക്ക് സമാധാനം എന്നതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം ലഭിക്കണമെങ്കിൽ, അവരുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് പോകണമെങ്കിൽ, ഈ നീതി എന്ന് പറയുന്നത്, നീതിയിൽ അധിഷ്ഠിതമായ ഒരു സംവിധാനം വന്നാൽ മാത്രമേ ഉള്ളൂ അത് അഡ്രസ്സ് ചെയ്യപ്പെടുകയുള്ളൂ. ഇപ്പം നമ്മൾ വയലൻസ് എന്ന് പറഞ്ഞാൽ അതിനെ വാറിന് സമാനമായ എല്ലാ ആക്ടിവിറ്റീസിനും വയലൻസ് ആയിട്ട് കണ്ടു. അദ്ദേഹം തിരുമേനി എടുത്ത ഒരു നിലപാടെന്ന് പറയുന്നത്, വാർ മാത്രമല്ല, എവിടെ ഒപ്രഷൻ നിലനിൽക്കുന്നുവോ അങ്ങനെയുള്ള ഒപ്രസ്ഡ് എൻവയറമെൻറ്റ്സ് അത് മുഴുവനും അഡ്രസ്സ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ സ്ട്രക്ചറൽ വയലൻസ്, വ്യവസ്ഥാധിഷ്ഠിതമായിട്ടുള്ള വയലൻസ്, അതിൻ്റെ അകത്ത് മുതലാളിത്തത്തെയും എല്ലാം അദ്ദേഹം ഉൾപ്പെടുത്തുകയുണ്ടായി. അതെല്ലാം ഒരു തരത്തിലുള്ള വയലൻസാണ്. അപ്പോൾ ദാരിദ്ര്യം, ഒരു സ്ഥലത്ത് ദാരിദ്ര്യം നിൽക്കുമ്പോഴും വേറൊരു സ്ഥലത്ത് അഫ്ലുവൻസ് നിലനിൽക്കുന്നു. ഒരു സ്ഥലത്ത് നമുക്ക് അവോയ്ഡ് ചെയ്യാവുന്നതായ ഡിസീസസ്, അതിനുള്ള മരുന്നൊക്കെ കണ്ടുപിടിച്ചെങ്കിൽ അതിൻ്റെ ലഭ്യമല്ലാത്തത് കൊണ്ട് അവിടെ ആൾക്കാർ മരിച്ചു വീഴുന്നു. അപ്പോൾ ഇങ്ങനെ വരുന്ന ലോകത്ത് ഉള്ള ഇനീക്വാലിറ്റീസ് അത് അഡ്രസ്സ് ചെയ്യാതെ യഥാർത്ഥത്തിലുള്ള സമാധാനം കൈവരിക്കാൻ സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് പീസ് ഒരു ഗ്രേവ്യാർഡിലെ പീസ് അല്ല വേണ്ടത്, നമുക്ക് ഒരു പോസിറ്റീവ് പീസാണ് വേണ്ടത്. ഒരു നെഗറ്റീവ് പീസിന് പകരം ഒരു പോസിറ്റീവ് പീസാണ് വേണ്ടത്. എന്ന് പറഞ്ഞാൽ അത് പീസ് വിത്ത് ജസ്റ്റിസ്. അത് തിരുമേനിയുടെ ഒരു ആശയമായിരുന്നു. അതുപോലെ തന്നെ സെക്യൂരിറ്റി എന്ന് പറയുമ്പോൾ
എന്താണ് നമ്മൾ മിലിറ്ററി സെക്യൂരിറ്റി എന്നതുകൊണ്ട് മാത്രമല്ല ഉദ്ദേശിക്കുന്നത്. അതിനപ്പുറം എന്താണ് നമുക്ക് നമ്മുടെ ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ട് വരുന്നതായ സെക്യൂരിറ്റി, ഭക്ഷണം, പാർപ്പിടം, അതുപോലെ തന്നെ ലൈഫിന് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു സർട്ടൻറ്റി, ഇതും അതിൻ്റെ അകത്ത് വരണം. അല്ലെങ്കിൽ ചുരുക്കത്തിൽ പറഞ്ഞാൽ മനുഷ്യരുടെ ഒരു സെക്യൂരിറ്റി, സുരക്ഷിതത്വം. രാജ്യങ്ങൾ സംരക്ഷിക്കപ്പെട്ടു, സുരക്ഷിതത്വം എൻഷുവർ ചെയ്തു, അതിർത്തികളെല്ലാം വളരെ സേഫാക്കി, മിസൈലുകൾ അതല്ലെങ്കിൽ ആണവ ആയുധങ്ങളെല്ലാം നമ്മൾ കരസ്ഥമാക്കിക്കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു സെക്യൂരിറ്റി നോഷനല്ല അദ്ദേഹം ഉദ്ദേശിച്ചത്. സെക്യൂരിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് മനുഷ്യരുടെ സെക്യൂരിറ്റിയാണ്. മറ്റൊരു കാര്യം അദ്ദേഹം എടുത്ത് പറഞ്ഞത് ഈ സമാധാനം എന്നതിനെയും ഒരു സോഷ്യലിസ്റ്റ് ആശയങ്ങളെയും കൂടി അദ്ദേഹം ബന്ധിപ്പിച്ചു. ചിലരൊക്കെ അതിൽ കണ്ടത് അദ്ദേഹം ഒരു പ്രോ സോവിയറ്റ് ആറ്റിറ്റ്യൂഡ് അദ്ദേഹം എടുത്തു എന്നുള്ള ഒരു ലാഞ്ചന ചിലപ്പോൾ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് തോന്നിയേക്കാം. പക്ഷേ അതിൻ്റെ അകത്ത് ഒരു പ്രോ സോവിയറ്റ് എന്നതിനേക്കാൾ കൂടുതൽ ഒരു പ്രോ സോഷ്യലിസ്റ്റ് ഒരു പെർസ്പെക്റ്റീവാണ് അദ്ദേഹം എടുക്കുകയുണ്ടായത്. കാരണം ഒരു സമയത്ത് ഞാൻ ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ റൈറ്റിങ്സിൽ ഈ അമേരിക്കൻ നിക്സൺ ഭരണകൂടത്തിൻ്റെ സമയത്ത് ചൈനയുമായിട്ട് ഒരു തരത്തിലുള്ള ഈ ബന്ധങ്ങൾ ഇംപ്രൂവ് ചെയ്യുവാനും അതിനു വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമൊക്കെ നടത്തി കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറയുകയുണ്ടായി, അങ്ങനെ ഇംപ്രൂവ് ചെയ്ത് പതുക്കെ മാർക്കറ്റുകൾ പരസ്പരം ചൈനയ്ക്ക് അമേരിക്കയിലും അവരുടെ സാധനങ്ങൾ വിൽക്കുവാനുള്ള സാധ്യത തുറക്കപ്പെടുന്നു, അമേരിക്കയ്ക്ക് ചൈനയിലും വിൽക്കുവാനുള്ള തുറക്കപ്പെടുന്നു. ഇതിൻ്റെ എല്ലാം പരിണിത ഫലമായിട്ട് സഫർ ചെയ്യാൻ പോകുന്നത് ഈ ദരിദ്ര രാജ്യങ്ങളാണ്. അപ്പോൾ അതിനെ സംബന്ധിച്ചൊക്കെ അദ്ദേഹത്തിന് നല്ലൊരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. അപ്പം സോഷ്യലിസം എന്ന് പറയുന്നത്, സോഷ്യലിസം മാർക്സിസ്റ്റ് ഒരു ഫിലോസഫി നടപ്പിലാക്കി അങ്ങനെ നിലവിൽ വന്ന റഷ്യ പോലെയുള്ള രാജ്യങ്ങൾ തകർന്നപ്പോഴും സോഷ്യലിസ്റ്റ് ചിന്താഗതി അദ്ദേഹം മുറുകെ പിടിച്ചു. അതിൽ അദ്ദേഹത്തിന് വിശ്വാസവും ഉണ്ടായിരുന്നു. ഇങ്ങനെയുള്ള ചില വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ ഈ റൈറ്റിങ്സിൽ കാണാൻ സാധിക്കും. പിന്നെ അദ്ദേഹം ഉപയോഗിച്ചൊരു വാക്കാണ് നമ്മൾ സാധാരണ മൂന്നാം ലോക രാജ്യങ്ങൾക്ക് എന്നാണ് ഉപയോഗിക്കുന്നത്, തേർഡ് വേൾഡ് എന്നുള്ളൊരു നോഷനാണ് ഉപയോഗിക്കുന്നത്. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഈ ലേഖനങ്ങളിലും ഒക്കെ നമ്മൾ കാണുന്ന പ്രയോഗം 2/3 വേൾഡ് എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ 2/3 എന്ന് പറഞ്ഞാൽ സിംഹഭാഗം ഓഫ് ദ വേൾഡ് എന്നുള്ള അർത്ഥത്തിലാണ് അദ്ദേഹം ഉപയോഗിച്ചത്. ഈ തേർഡ് വേൾഡ് എന്നുള്ളൊരു പദമേ അദ്ദേഹം ഉപയോഗിച്ചിരുന്നില്ല. 2/3 വേൾഡ് എന്നുള്ളൊരു പദമാണ് ഉപയോഗിച്ചത്. അദ്ദേഹത്തിൻ്റെ ഒരു സംഭാവനയായിട്ട് നമുക്ക് വേണമെങ്കിൽ അതിനെ കാണാൻ സാധിക്കും. ഇങ്ങനെയുള്ള ചില കാര്യങ്ങളാണ് പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വരുന്നത്. എസ്പെഷ്യലി നമ്മൾ ഈ പീസ് ആൻഡ് കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ സ്റ്റഡീസിനെ പറ്റിയൊക്കെയും സംസാരിക്കുമ്പോൾ പ്രത്യേകിച്ചും ഇപ്പോഴത്തെ ജനറേഷനിലെ അമംഗ് യങ്സ്റ്റേഴ്സ് ഈ ഒരു കാര്യങ്ങളെ പറ്റി എങ്ങനെയാ സർ നമുക്ക് അല്പം കൂടെ ഒരു അവയർനെസ് അല്ലെങ്കിൽ ശ്രദ്ധ, എല്ലാവരും പ്രൊഫഷണൽ ആയിട്ടുള്ള കോഴ്സസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയും കൂടുതൽ ഡെൽവ് ചെയ്ത് അത് മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റി പഠിക്കുവാനോട് അവെയർ ചെയ്യാൻ പറ്റുന്ന എന്തൊക്കെ കാര്യങ്ങളായിരിക്കും സർ? പീസ് ആൻഡ് കോൺഫ്ലിക്റ്റ് സ്റ്റഡീസ് അല്ലെങ്കിൽ കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ സ്റ്റഡീസ്, അതിനെയൊക്കെ നമ്മൾ ചിലപ്പം സർവൈവൽ സ്റ്റഡീസ് എന്നൊക്കെ പറയാറുണ്ട്. ഇപ്പം ഇത് ശരിക്കും പറഞ്ഞാൽ ഈ പൊതുവെ പീസ് എന്ന് പറയുമ്പോൾ, വാർ സ്റ്റഡീസ് എന്നൊക്കെ പറയുമ്പോഴത്തേനും എല്ലാവരും സെക്യൂരിറ്റി സ്റ്റഡീസ് അല്ലെങ്കിൽ സ്ട്രാറ്റജിക് സ്റ്റഡീസ് ഇങ്ങനെയുള്ളതിനൊക്കെ സർക്കാരിൻ്റെയൊക്കെ ധനസഹായം ലഭിക്കാറുണ്ട്. അതൊക്കെ ട്രെൻഡി ആയിട്ട് പല ആൾക്കാരും കാണും. പീസ് എന്ന് കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവർ അതിനെ ഒരു സസ്പീഷനോട് കൂടി കാണും. അതിലെന്താ പഠിക്കാനുള്ളത് എന്നുള്ള ഒരു ലൈന് എടുക്കും. പക്ഷേ ഈ സ്റ്റഡീസ് അതിന് പല സ്ഥലത്തും പ്രാബല്യം വന്നത്, അതിന് പ്രചാരണം വന്നത്, അതിന് ചുക്കാൻ പിടിച്ചത് പീസ് ചർച്ചസ് ആണ്. പ്രത്യേകിച്ചും ബ്രിട്ടനിലും അമേരിക്കയിലും ഒക്കെ ഉള്ള ഈ സൊസൈറ്റി ഓഫ് ഫ്രണ്ട്സ് അല്ലെങ്കിൽ ക്വേക്കേഴ്സ് എന്ന് പറയുന്നവർ, അവർ ഫണ്ടൊക്കെ സർവകലാശാലയിൽ കൊടുത്ത് അങ്ങനെയാണ് അതിന് തുടക്കം കുറിച്ചത്. അതുപോലെ തന്നെ അമേരിക്കയിലെ മെനനൈറ്റ്സ്
മെനനൈറ്റ് ചർച്ച് ഒരു വളരെ നിർണായക റോള് ഇതിൽ ചെയ്യുകയുണ്ടായി. പൊതുവേ നമുക്ക് ലഭിച്ചിരിക്കുന്ന സോഷ്യലൈസേഷൻ വഴിയും നമ്മുടെ മീഡിയ എക്സ്പോഷർ വഴിയും ആർട്ടിസ്റ്റിക് ഫോംസ്, ഫിലിംസ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ നോവൽസ്, ഇതിലെല്ലാം വയലൻസിനെ ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു നോർമൽ ഫിനോമിനനായിട്ട് കാണുകയും ഈ വയലൻസിൽ കൂടെ അല്ലാതെ നമുക്ക് ശക്തമായിട്ട് നമ്മൾ പ്രതികരിച്ചുകൊണ്ട് തന്നെ എന്താ നോൺ വയലൻ്റ് ആയിട്ട് നമുക്ക് നമ്മളുടെ കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യുവാനും നമ്മുടെ കോൺഫ്ലിക്റ്റുകൾ എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കും എന്നുള്ള ഒരു സന്ദേശം ഇതുവരെയും പ്രത്യേകിച്ചും യുവാക്കളുടെ ഇടയിലൊന്നും വന്നിട്ടില്ല. അത് ഈ ഒരു തരത്തിലുള്ള റീസോഷ്യലൈസേഷൻ അത് ചെറുപ്പം മുതലേ തുടങ്ങണം. നമ്മുടെ ഈ പീസ് എഡ്യൂക്കേറ്റേഴ്സ്, ഫ്രോബല്, ഇങ്ങനെയുള്ളവരൊക്കെ, പ്രത്യേകിച്ചും മരിയ മോണ്ടസോറി, ഫ്രോബല്, ബോൾനോ പോലെയുള്ളവരൊക്കെ ഇയർലി ചൈൽഡ്ഹുഡ് എഡ്യൂക്കേഷനിൽ നമ്മൾ ഈ വാല്യൂസ് ഓഫ് കോഓപ്പറേഷൻ, വാല്യൂസ് ഓഫ് മ്യൂച്വൽ റെസ്പെക്ട്, ഇതൊക്കെ കുട്ടികളിൽ പഠിപ്പിച്ചു വിടുന്ന ഒരു രീതി. അതുപോലെ തന്നെ ഈ ജെൻഡേർഡ് രീതിയിലുള്ള സോഷ്യലൈസേഷൻ, പ്രത്യേകിച്ചും ഒരു ആൺകുട്ടിയാണെങ്കിൽ ആൺകുട്ടിക്ക് കളിക്കാൻ കൊടുക്കുന്നത് ഒരു ഫുട്ബോള് അല്ലെങ്കിൽ ഒരു കളിത്തോക്ക്, ഇങ്ങനെയൊക്കെ ഉള്ളൊരു, പെൺകുട്ടികൾക്ക് വല്ല സ്കിപ്പിങ്ങോ അല്ലെങ്കിൽ ഒരു ബാർബി ഡോളോ ഒക്കെ കൊടുക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഈ സോഷ്യലൈസേഷൻ അത് മാറ്റിയെടുക്കുക. ഇവർ തമ്മിൽ ഈ സംഘർഷം ഉണ്ടാകാനുള്ള സാധ്യതകൾ ഇല്ലാതാക്കി കോഓപ്പറേഷൻ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടുള്ള ഒരു ചൈൽഡ്ഹുഡ് എഡ്യൂക്കേഷൻ. അപ്പോൾ അങ്ങനെ തുടങ്ങി പിന്നീട് കുട്ടികളിൽ അവർക്ക് പ്രായമാകും തോറും അല്പം വിമർശനാത്മകമായിട്ടുള്ള വശം കൂടി അവരെ ബോധ്യമാക്കുക. ഉദാഹരണത്തിന് എത്രത്തോളം പണം നമ്മൾ ഡിഫൻസിന് വേണ്ടിയിട്ട് ചെലവഴിക്കുന്നു, അത്രയും പണം അതേ സമയത്ത് നമ്മൾ ഒരു സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾക്കോ അല്ലെങ്കിൽ വികസനത്തിന് വേണ്ടിയിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഇംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ്. അമേരിക്കയിലെ ഒരു സ്ത്രീ, ഒരു സ്കോളർ, റൂത്ത് സിവാർഡ് എന്നാണ് അവരുടെ പേര്, അവർ ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യം സോഷ്യൽ ആൻഡ് ഡിഫൻസ് എക്സ്പെൻഡിച്ചേഴ്സ് എന്ന് പറഞ്ഞുകൊണ്ടൊരു പുസ്തകം ഓരോ വർഷവും അവർ പുറത്തിറക്കിക്കൊണ്ടിരുന്നു. അപ്പോൾ അതിൽ കൂടെ അവർ ചെയ്യാൻ ഉദ്ദേശിച്ചത് ഇതാണ്: ഈ ഡിഫൻസ് എക്സ്പെൻഡിച്ചറിൻ്റെ ഒരു ചെറിയ ശതമാനമുണ്ട് എങ്കിൽ ഒരുപക്ഷെ ആഫ്രിക്ക മുഴുവനും നമുക്ക് ഇനോക്കുലേറ്റ് ചെയ്യാം, മലേറിയ വാക്സിനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പോളിയോ വാക്സിൻ കൊടുക്കാൻ സാധിക്കും. ഇങ്ങനെയുള്ള ചില വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫിഗേഴ്സ് ഒക്കെ ആയിട്ട് മുന്നോട്ട്. പിന്നെ ഇതിൻ്റെ ഭാഗമായിട്ട് ഒരു ക്രിട്ടിക്കൽ പെർസ്പെക്റ്റീവ് കുട്ടികളിൽ ഒരുപക്ഷെ ഒരു 12ാം ക്ലാസ്സും ഒക്കെ ആകുമ്പോഴേക്കും അല്പം വിമർശനാത്മകമായി കാര്യങ്ങളെ മനസ്സിലാക്കുവാൻ, ഒരുപക്ഷെ അത് സർക്കാരിനെ തന്നെ അല്പം വിമർശനാത്മകമായ രീതിയിൽ കാണുവാനുള്ള ഒരു എക്വിപ്മെൻറ്റ് നമ്മൾ അവരിൽ ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്ന ഒരു. പിന്നെ ഇപ്പോൾ അതിനു വേണ്ടിയിട്ട് തന്നെ ഒരു സെപ്പറേറ്റ് സബ്ജക്റ്റ് എന്നുള്ള രീതിയിൽ പീസ് സ്റ്റഡീസ് പഠിപ്പിക്കണോ എന്നുള്ളതും ഒരു ചോദ്യചിഹ്നമാണ്. പലരും പറയുന്നത് അങ്ങനെ ഒരു സബ്ജക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് പകരം നിലവിലുള്ള വിഷയങ്ങളിൽ വഴി തന്നെ പീസ് എഡ്യൂക്കേഷൻ കൊടുക്കണം എന്നാണ് പറയുന്നത്. ചുരുക്കത്തിൽ നമുക്ക് വ്യക്തികൾ തമ്മിലുള്ള വ്യത്യാസം, അഭിപ്രായ വ്യത്യാസം, അവർ തമ്മിലുള്ള സംഘർഷങ്ങൾ, അത് അക്രമരഹിതമായ മാർഗങ്ങളിൽ കൂടെ പരിഹരിക്കാൻ സാധിക്കും എന്നുള്ളൊരു സന്ദേശം ചെറുപ്പം മുതലേ എത്തിക്കുന്ന ഒരു രീതി, അതാണ് ഒരു പ്രധാനപ്പെട്ട ഒരു ചലഞ്ച്. പിന്നെ ഒരു പ്രശ്നം എന്ന് പറയുന്നതാണ് ഈ സിവിലിയൻ ബേസ്ഡ് ആക്ഷൻ എന്ന് പറയുന്നത്, നോൺ വയലൻ്റ് ആക്ഷൻ, അതിൻ്റെ പവർ എന്ന് പറയുന്നത് കൂടിക്കൂടി വരികയാണ്. നമുക്കറിയാമല്ലോ, അറബ് സ്പ്രിങ്, അതുപോലെ തന്നെ ഈ മാർട്ടിൻ ലൂതർ കിങ്ങിൻ്റെ സിവിൽ റൈറ്റ്സ് ക്യാമ്പയിൻ, അതുപോലെ ഫിലിപ്പീൻസിൽ നടന്ന രക്തരഹിതമായിട്ടുള്ള ഒരു ഭരണ മാറ്റം, ഇങ്ങനെയുള്ള നിരവധി എക്സാമ്പിൾസ് നമുക്ക് ലഭ്യമാണ്. അവരൊക്കെ വളരെ കറേജിയസ് ആയിട്ടുള്ളൊരു നോൺ വയലൻ്റ് ആവുക, അല്ലെങ്കിൽ നോൺ വയലൻ്റ് ആയിട്ടുള്ളൊരു പൊസിഷൻ എടുത്ത് ഫൈറ്റ് ചെയ്യുക എന്ന് പറയുന്നത് അതൊരു ഭീരുത്വത്തിൽ നിന്നും വരുന്ന ഒന്നല്ലെന്നും, അവിടെയാണ് നമ്മൾ സാംസ്കാരികപരമായിട്ട് ഉയർന്ന് നമ്മുടെ മാനവികത എന്ന് പറയുന്നത് പ്രകടിപ്പിക്കേണ്ടതെന്നും ഉള്ള ഒരു ചിന്താഗതി
ചെറുപ്പക്കാരുടെ ഇടയിൽ പ്രചരിപ്പിക്കുകയാണ് എങ്കിൽ അത് പ്രചരിപ്പിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല, പക്ഷേ അത് പ്രചരിപ്പിക്കേണ്ടി ഇരിക്കുന്നു. അപ്പോൾ നമ്മൾ പറയാറുണ്ട് എക്സ്ഫ്യൂഷൻ ആണോ ഇൻഫ്യൂഷൻ ആണോ വേണ്ടത്. എക്സ്ഫ്യൂഷൻ എന്ന ഒരു പുതിയൊരു സബ്ജക്റ്റ് ആയിട്ട് പഠിപ്പിക്കുക. ഇൻഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ നിലവിലുള്ള വിഷയങ്ങളിലുള്ളിലേക്ക് നമ്മൾ ഈ പീസിൻ്റെ ഒരു സന്ദേശം തിരികെ കയറ്റുക എന്ന് പറയും. പിന്നെ ഒരുപക്ഷെ ഈ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഞാൻ ആരാണ് എന്നുള്ള ഒരു സങ്കല്പമുണ്ട്. ഈ ഞാൻ എന്ന് പറയുന്ന സങ്കല്പത്തിൻ്റെ അകത്ത് മറ്റുള്ളവരെ കൂടെ എൻ്റെ ഒരു ഭാഗമായിട്ട് കാണാൻ എനിക്ക് സാധിക്കുവാണ് എങ്കിൽ അതിനെ നമ്മൾ പറയുന്ന ഒരു റിലേഷണൽ വേൾഡ് വ്യൂ എന്ന് പറയും. ഗാന്ധിജിക്കൊക്കെ ഉണ്ടായിരുന്ന ഒരു കാര്യമാണ്. ഗാന്ധിജി അദ്ദേഹത്തെ മനുഷ്യരാശിയെ മുഴുവൻ അദ്ദേഹത്തിൻ്റെ എന്താണ് ഒരു സത്വത്തിൻ്റെ ഒരു ഭാഗമായിട്ട് ആണ് കണ്ടത്. ഈ തരത്തിലുള്ള ഒരു റിലേഷണൽ വേൾഡ് വ്യൂ കുട്ടികളിൽ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരിക, അതുകൂടാതെ സ്പോർട്സ് പോലെയുള്ള വേദികളെ എന്താണ് നമ്മൾ ഉപയോഗിച്ച് സ്പോർട്സ് ബിൽഡിംഗ്, സ്പോർട്സ് ഫോർ പീസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സംഘർഷം നിലനിൽക്കുന്ന പ്രദേശങ്ങളിൽ നമ്മൾ യുവാക്കളെ കൂട്ടിച്ചേർത്ത് ഒരു ഏതെങ്കിലും ഒരു ഗെയിം കളിക്കുക. പക്ഷെ അവിടെയൊക്കെ സംഭവിക്കുന്നു പറഞ്ഞാൽ ഈ സ്പോർട്സ് എന്ന് പറയുന്നത് പ്രത്യേകിച്ചും കോമ്പറ്റീറ്റീവ് സ്പോർട്സ്, ഫുട്ബോൾ, ഇതൊക്കെ ഒരു മെയിൽ ഡോമിനേറ്റഡ് ഫീൽഡാണ് എന്നത് അതിൻ്റെ ഒരു പോരായ്മയാണ്. പക്ഷേ ഇതുമൂലം കുട്ടികളിൽ സംവേദന കഴിവുകളൊക്കെ വർദ്ധിപ്പിക്കുവാനും അതുപോലെ തന്നെ അവർക്ക് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അത് പരിഹരിക്കുവാനുമുള്ള ഒരു കേപ്പബിലിറ്റി നമുക്ക് വർദ്ധിപ്പിക്കാൻ സാധിക്കും. പിന്നെ ഒരു ഫീൽഡ് എന്ന് പറയുന്ന ആർട്ടാണ്. ഇപ്പം കല എന്ന് പറയുന്നത് പെയിൻറ്റിങ്, ഡ്രാമ, സിംഗിങ്, ഇങ്ങനെയുള്ള വേദികൾ. അപ്പോൾ ഇതെല്ലാം എന്താണ് ഈ അടുത്ത കാലത്തായിട്ട് ഇങ്ങനെയുള്ള ഫോറങ്ങൾ എന്താണ് ഈ തർക്കപരിഹാര ഉപാധികളായിട്ട് കാണാൻ തുടങ്ങിയിട്ടുണ്ട്. പ്രത്യേകിച്ചും ഈ വ്യവസ്ഥാധിഷ്ഠിതമായിട്ടുള്ള സംവിധാനങ്ങൾ ഒന്നും ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ ഇതുപോലുള്ള ഫോറങ്ങൾ വഴിയാണ് എന്തെങ്കിലും ചെയ്യുവാനുള്ള ഒരു ശ്രമം നടക്കുന്നത്. ഇപ്പം ചില ഘട്ടങ്ങളിൽ അതേ സമയത്ത് ഈ മണിപ്പൂർ പോലുള്ള പ്രശ്നങ്ങളിൽ ഒരു തലത്തിലേക്ക് ഇപ്പോൾ ഒക്കെ പോവുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. കാരണം അത്ര കണ്ട് ഈ ബന്ധങ്ങളിൽ ഒലച്ചിലുണ്ടായിട്ടുണ്ട് ഈ കമ്മ്യൂണിറ്റീസ്, മെയ്തേ കമ്മ്യൂണിറ്റിയും അതിലെ കുക്കി കമ്മ്യൂണിറ്റിയും ഒക്കെ തമ്മിൽ. അവിടെയൊക്കെ ആദ്യം ചെയ്യാവുന്നത് ഈ മിനിമം ഈ സ്റ്റേറ്റിൻ്റെ ചുമതലകൾ ഒന്ന് നിർവഹിച്ച് ലോ ആൻഡ് ഓർഡർ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്തതിന് ശേഷം മാത്രമേ ഇങ്ങനെയുള്ള ചില പ്രക്രിയകളിലേക്ക് നമ്മൾക്ക് കടക്കാൻ സാധിക്കുകയുള്ളൂ. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഈ പീസ് ആൻഡ് കോൺഫ്ലിക്റ്റ് സ്റ്റഡീസ് ഒരു പ്രധാനപ്പെട്ട വിഷയമായി സർക്കാരുകൾ കാണണം. കാരണം അത് എന്താണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതൊരു സർവൈവൽ സ്റ്റഡീസാണ്. അതിൻ്റെ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത് പലതരത്തിലും നമുക്ക് അതിൽ നിന്ന് കിട്ടുന്നതായ എംപവർമെൻ്റ് എന്ന് പറയുന്നു. ദൈനംദിന പ്രശ്നങ്ങളെയൊക്കെ ക്രിയേറ്റീവായിട്ട് സോൾവ് ചെയ്യാനുള്ള നമുക്ക് കപ്പാസിറ്റി ഉണ്ടെങ്കിൽ നമ്മൾ ഏത് മേഖലയിൽ വന്നാലും അത് ഭരണകൂടത്തിൻ്റെ ഒരു ഭാഗമായി നിന്നുകൊണ്ട് നിൽക്കുമ്പോഴും ഒക്കെ അത് നമുക്ക് എടുത്ത് യൂസ് ചെയ്യാവുന്ന ഒരു സ്കില്ലാണ്. പിന്നെ ഇതാണ് എനിക്ക് പറയാവുന്നത്. അതുകൊണ്ട് ചെറുപ്പക്കാരെ ഇതിലേക്ക് ചെറുപ്പക്കാരെല്ലാവരും ഇതാവുന്നത് എങ്ങനെയാണ്? കൂടുതലും അവർ ജോലി സാധ്യത മനസ്സിൽ കണ്ടുകൊണ്ടാണ് പലപ്പോഴും കോഴ്സുകൾക്ക് ചേരുന്നത് നമ്മുടെ നാട്ടിൽ. പക്ഷേ ജോലി സാധ്യതയുള്ള കോഴ്സാണെന്ന് ചോദിച്ചാൽ ജോലി സാധ്യതയുണ്ട്. പക്ഷേ നമ്മുടെ നാട്ടിൽ അത്ര കണ്ട് ജോലി സാധ്യതയുള്ളതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നില്ല. അന്താരാഷ്ട്ര തലത്തിൽ UN പോലെയുള്ള വേദികളിലും അല്ലെ മറ്റ് പല അന്താരാഷ്ട്ര ബോഡികളിലും പീസ് ആൻഡ് കോൺഫ്ലിക്റ്റ് സ്റ്റഡീസ് ഐച്ഛിക വിഷയമായി എടുത്ത് പഠിച്ചവർക്ക് സാധ്യതകൾ കൂടുതലുണ്ട്. ഒരുപക്ഷെ സർക്കാരുകളുമൊക്കെ പിന്നീട് കൗൺസിലിങ് ഇങ്ങനെയൊക്കെയുള്ളതായിട്ട് ബന്ധിപ്പിച്ചു വരുന്നതായ മേഖലകളിൽ മീഡിയേഷൻ സെൻറ്ററുകളൊക്കെ സെറ്റപ്പ് ചെയ്യുമ്പോൾ അവിടെ നിയോഗിക്കുവാനും
ഇതെല്ലാം വേണ്ടതാണ്. നമ്മൾ കാലം മാറുന്നതിനനുസരിച്ച് നമ്മളുടെ ഈ പഴയ ചില പൊസിഷൻസ് മാറിയിട്ട് പുതിയ ചില പൊസിഷൻസ്, കാലത്തിന് അനുയോജ്യമായ പൊസിഷൻസ് ക്രിയേറ്റ് ചെയ്യേണ്ടതായി വരും. അപ്പോൾ അതിൻ്റെ ഡെസിഗ്നേഷനൊക്കെ ചിലപ്പോൾ ഒന്ന് മാറ്റേണ്ടതായി വരും. അപ്പോൾ ഇതൊക്കെ ചെറുപ്പക്കാരുടെ ഇടയിൽ ഈ വിഷയം പഠിപ്പിക്കുന്നത്, ഞാൻ പറഞ്ഞല്ലോ, ഒരു ഏറ്റവും താഴെ തട്ട് മുതൽ തുടങ്ങി ഉയർന്ന തട്ടിൽ വരെ ഉയർച്ചയിലേക്ക് വരുമ്പോൾ അവരിൽ നമ്മൾ ചില ക്രിട്ടിക്കൽ എലമെൻറ്റ്സ് കൂടി കൊടുക്കാൻ നമ്മൾ തയ്യാറാകണം. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു. പിന്നെ ഇതൊക്കെ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ പീസ് ഫീൽഡിൽ വർക്ക് ചെയ്യുമ്പോൾ അതിനകത്ത് പല ഡയമെൻഷൻസ് ഉണ്ട്. പക്ഷേ ഒരു ഔട്ട് ഓഫ് ദ ബോക്സ് തിങ്കിങ്, അതിനുള്ള ഒരു ഒരു സ്പേസ് നമ്മളെപ്പോഴും കൊടുക്കുകയാണ് എങ്കിൽ അത് ഒരു വലിയൊരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ നോവൽ ഐഡിയാസും ഔട്ട് ഓഫ് ദ ബോക്സ് തിങ്കിങ്ങിനും ഒക്കെ കുറെ കൂടെ സാധ്യത എന്ന് പറയുന്ന ഐഡിയലിസം കൂടുതലുള്ള ചെറുപ്പക്കാരിലാണ്. അവർ പുതിയ ചില ഇതൊക്കെ ഒന്ന് പരീക്ഷിക്കുവാനും ഒക്കെ തയ്യാറാകും. അത് ക്യാപിറ്റലൈസ് ചെയ്യുവാനും ഈ കോഴ്സ് കുറെ കൂടെ ഈ സ്കിൽ ബേസ്ഡ് ആക്കി കൂടുതൽ ഈ ഗെയിംസും പ്രോബ്ലം സോൾവിങ് എക്സസൈസും വഴി അത് ഫലപ്രദമാക്കുകയും ചെയ്യുവാണെങ്കിൽ ചെറുപ്പക്കാരെ കുറെ കൂടെ അട്രാക്ട് ചെയ്യാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പൗലോസ് മാർ ഗ്രിഗോറിയസ് തിരുമേനി ക്രിസ്ത്യൻ പീസ് കോൺഫറൻസിന്റെ വൈസ് പ്രസിഡന്റ് ആയിട്ട് സെർവ് ചെയ്യുമ്പോൾ ഒരു കോൺഫറൻസിൽ അദ്ദേഹം പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ഇപ്രകാരമാണ്: I would personally be very happy if I can give my place in the leadership of CPC to a dedicated and able women, and I would gladly follow as a simple worker. സർ, ഈ വിമൻ എന്ന് പറയുന്നതായ അല്ലെങ്കിൽ ഈ ഒരു പ്ലേസ് റോൾ, എസ്പെഷ്യലി വേൾഡ് പീസിൽ, അത് സാറിന്റെ കാഴ്ചപ്പാടിൽ എങ്ങനെയാണ് സാർ അത് മനസ്സിലാക്കുന്നത്? തിരുമേനി അപ്പോൾ പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത്, അദ്ദേഹം വളരെ ഒരു ഈ ഒരു റവല്യൂഷണറി ആയിട്ടുള്ള ഒരു സ്റ്റെപ്പാണ് തിരുമേനിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. കാരണം എന്ന് വെച്ചാൽ സത്യത്തിൽ ഈ ഇന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ പീസ് മീറ്റിംഗ്സ് വിളിച്ചു കഴിഞ്ഞാൽ അത് ഡോമിനേറ്റഡ് ബൈ മെൻ. ഗ്ലോബൽ ലീഡേഴ്സ് എന്ന് പറയുന്നത് അത് മുഴുവനും ഒരു മെയിൽ വേൾഡ് ആണ്. എക്സെപ്ഷൻസ് ഉണ്ടാവാം, പക്ഷേ ഓൺ ദ ഹോൾ ഒരു മെയിൽ പെർസെപ്ഷനിൽ നിന്നാണ് ഇതെല്ലാം രൂപപ്പെട്ടു വരുന്നത്. അപ്പം ഈ സ്ത്രീകളുടെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നതും പുരുഷന്മാരുടെ എക്സ്പീരിയൻസും അവരുടെ ആ എക്സ്പീരിയൻസിൽ നിന്ന് അവർക്ക് കിട്ടുന്ന ഇൻസൈറ്റ്സും തമ്മിൽ കുറച്ച് വ്യത്യാസം. അതുകൊണ്ടാണ് ഈ സ്ത്രീകളെ ഇൻക്ലൂഡ് ചെയ്യുക വഴി നമുക്ക് ചിലപ്പോൾ നമ്മളുടെ പൊതുമണ്ഡലമൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം എന്നുള്ളതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ ഈ ലോക്കൽ ബോഡീസിലേക്കൊക്കെ ഈ സ്ത്രീകളെ സംവരണം വഴി മുന്നോട്ട് കൊണ്ടുവരുന്നത്. അവരുടെ സാന്നിധ്യം വഴി ഒരുപക്ഷെ വികസനത്തിൻ്റെ പ്രയോറിറ്റീസിലൊക്കെ ഒരു മാറ്റം വരുത്താൻ സാധിക്കും. കുറച്ചുകൂടെ സ്ത്രീകൾക്കും കുട്ടികൾക്കും ഒക്കെ സൗഹൃദപരമായിട്ടുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാക്കുന്ന തരത്തിലുള്ള വികസന പരിപാടികൾ നടപ്പിലാക്കാൻ പറ്റും എന്നുള്ളൊരു കണക്കുകൂട്ടലൊക്കെയാണ്. പിന്നെ രാഷ്ട്രീയത്തെ തന്നെ കുറെ കൂടെ ഈ കോമ്പറ്റീഷൻ്റെ ഒക്കെ ഒരു ഫ്രെയിംവർക്കിൽ നിന്നും മാറ്റിയിട്ട് കോഓപ്പറേഷൻ്റെയും ഒരു സഹവർത്തിത്വത്തിൻ്റെയും ഒക്കെ ഒരു തലത്തിലേക്ക് മാറ്റിയെടുക്കാം എന്നുള്ള ഒരു കോണ്ടെക്സ്റ്റിലാണ് വരുന്നത്. ഇവിടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, സ്ത്രീകൾ ഈ സമാധാനമില്ലായ്മ എവിടെയുണ്ടോ, അക്രമം അഴിച്ചുവിട്ട്, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഈ അഫ്ഗാനിസ്ഥാനിലും അതുപോലെ തന്നെ ഇറാഖിലും ഇങ്ങനെയുള്ള എല്ലാ പ്രദേശങ്ങളിലും അക്രമം ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഇരകളാണ് സ്ത്രീകളും കുട്ടികളുമാണ് ഏറ്റവും കൂടുതൽ സഫർ ചെയ്യുന്നത്. അതേസമയത്ത് കരാറുകൾ, സമാധാന ഉടമ്പടികൾ ഉണ്ടാകുമ്പോൾ അവർ ഒരിക്കലും അവരുടെ പങ്കാളിത്തം, അവരുടെ സാന്നിധ്യം നമ്മൾക്ക് കാണാൻ സാധിക്കില്ല. പിന്നീട് വരുന്നതായ ഈ റീകൺസ്ട്രക്ഷൻ എന്ന് പറയുന്നതിൻ്റെ അകത്തും അവരുടെ ഇൻസൈറ്റ്സിനോ എല്ലാം ഒരു സ്പേസും കൊടുക്കുന്നതായിട്ടൊന്ന് നമുക്ക് കാണാൻ സാധിക്കില്ല. ഇപ്പം ഈ ലീഡർഷിപ്പ് എന്ന് പറയുന്നത് തന്നെ പലപ്പോഴും ഒരു മെയിൽ നോഷത്തിൽ നിന്നാണ് രൂപപ്പെട്ടു വരുന്നത്. അപ്പം നമുക്ക് ഒരു സ്ത്രീകളുടെ കാഴ്ചപ്പാടിൽ ഒരു പക്ഷേ ഒരു മെയിൽ ക്വാളിറ്റീസ് ഓഫ് ലീഡർഷിപ്പ് എന്ന് പറയുന്നത് നിന്ന് അല്പം വ്യത്യസ്തമായിട്ട് അവർ ചിലപ്പോൾ അല്പം കൂടെ
ഒരു ഡിഫറെൻറ്റ് പെർസ്പെക്റ്റീവിൽ ലീഡർഷിപ്പിനെ കണ്ടേക്കാം. ഈ ഒരു നോഷനുണ്ട്, ഈ എത്തിക് ഓഫ് കെയർ എന്നാണ് നമ്മൾ പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു നേർച്ചറിങ്ങിൻ്റെ ഒരു എത്തിക്സ്, അത് മാതൃത്വത്തിൽ നിന്ന് രൂപപ്പെട്ടു വരുന്ന ഒന്നാണെന്നാണ് പറയുന്നത്. ഇപ്പം എല്ലാ സ്ത്രീകളും അമ്മമാരായിരിക്കണം എന്നില്ല, പക്ഷേ ഈ അമ്മമാരുടെ ഒരു ക്വാളിറ്റീസ് എന്ന് പറഞ്ഞാൽ ഒരു നേർച്ചറിങ്, റിലേറ്റിംഗ്, ഒരു കെയറിങ് ഫോർ ദി അതേഴ്സ്, അത് സമൂഹം സ്ത്രീകൾക്ക് ലഭിച്ചതായ സോഷ്യലൈസേഷൻ വഴി അവരതിൻ്റെ പ്രതീകങ്ങളായിട്ട് മാറിയിട്ടുണ്ട്. നമ്മൾ പറയുന്ന ഒരു സങ്കല്പം അനുസരിച്ച് പുരുഷന്മാരും ഒരു കെയർ ഗിവിങ് മോഡലിലേക്ക് തിരിയണം, ഒരു കെയർ എത്തിക്സിൻ്റെ വക്താക്കളാകണമെന്നാണ്. അപ്പോൾ ഈ സ്ത്രീകൾക്ക് ഇങ്ങനെയുള്ളതുകൊണ്ട് ഒരു മദറിങ്, കെയറിങ് എന്ന് പറയുന്ന അതിനെ ആധാരമാക്കി രൂപപ്പെട്ടിരിക്കുന്ന ഒരു എത്തിക്സിൻ്റെ ഉടമകളായതുകൊണ്ട് തന്നെ ആ മാതൃത്വത്തിൻ്റെതായ അംശം അവരുടെ പ്രവർത്തനത്തിലൊക്കെ പ്രതിഫലിക്കും. അപ്പം അതുകൊണ്ട് സമാധാനത്തിൻ്റെ ഈ ഏറ്റവും നല്ല ഒരു വക്താക്കളായിട്ട് രൂപപ്പെടാനുള്ള സാധ്യത എന്ന് പറയുന്നത് വളരെ വളരെ കൂടുതലാണ്. അപ്പം അതുകൊണ്ട് ഇപ്പം പീസ് ബിൽഡിങ് ഒക്കെ ഈ ജെൻഡർ സെൻസിറ്റിവിറ്റി വളരെ ഒരു പ്രധാനപ്പെട്ട ഇഷ്യൂ ആയിട്ട് ടേക്കപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് അതിൻ്റെ ഒരു അല്പം ഫോർസൈറ്റോട് കൂടിയാണ് തിരുമേനി ഇങ്ങനെ ഒരു വനിത ഇതിൻ്റെ സ്ഥാനത്തേക്ക് വന്നിരുന്നുവെങ്കിൽ ഐ വുഡ് ഹാവ് ബീൻ ഹാപ്പി എന്നുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് അദ്ദേഹം ഇറക്കിയത്. ഇന്നിപ്പം ഫെമിനിസവും പീസ് സ്റ്റഡീസും തമ്മിലുള്ള ഒരു ബന്ധം എന്ന് പറയുന്നത്, ഫെമിനിസ്റ്റുകളുടെ വരവോടുകൂടി അവർ പുരുഷ മേധാവിത്വം അതിൻ്റെ പല മാനങ്ങളും പുറത്ത് കൊണ്ടുവരുവാനും അതുപോലെ തന്നെ ഈ പുരുഷ കേന്ദ്രീകൃതമായിട്ടുള്ള ഈ സ്ട്രാറ്റജിക് സ്റ്റഡീസ് എന്നൊക്കെ പറയുന്ന വിഷയം, അപ്പോൾ അതിലുപയോഗിക്കുന്ന ചില പദപ്രയോഗങ്ങളൊക്കെ എല്ലാം പുരുഷ ലൈംഗികത എന്ന് പറയുന്നത് കൂട്ടിച്ചേർത്തുകൊണ്ടുള്ള ഒരു ഇതാണ്. അപ്പോൾ അങ്ങനെ അതുപോലെ നമ്മളൊരു ബോംബ് ഇടുന്നു, അത് അതിൻ്റെ ലക്ഷ്യത്തെത്താതെ ഒരു ബ്രിഡ്ജ് ഒരു പാലമായിരിക്കും ഉദ്ദേശം വെച്ചത്, പക്ഷെ ആ ലക്ഷ്യത്തിലെത്താതെ അത് പോയി ഒരു സ്കൂൾ കെട്ടിടത്തിൻ്റെ മുകളിൽ വന്ന് പതിക്കുന്നു. ആ സ്കൂളിലുണ്ടായിരുന്ന കുട്ടികളും അധ്യാപകരും ഒക്കെ മരിക്കുന്നു. അപ്പം സ്ട്രാറ്റജിക് സ്റ്റഡീസിൻ്റെ ഒരു ഭാഷയിൽ അവരതിനെ ചിത്രീകരിക്കുന്നത് കൊളാറ്ററൽ ഡാമേജ് എന്ന് പറയുന്നത്. അതാണ്ടൊരു ഇട്ടപ്പോൾ അത് ദിശ തെറ്റിയിട്ടുണ്ടായതായ ഒരു ഡാമേജ്. അങ്ങനെ പറയുമ്പോൾ അവിടെ ഈ വൈകാരികപരമായിട്ടുള്ള ഒരു കണക്ഷൻ ഇല്ല. അത് മരിച്ചു വീണത് കുട്ടികളാണ് എന്നുള്ള ഒരു ചിന്ത അവിടെ ഇല്ല. അപ്പോൾ അതുകൊണ്ട് ആ സ്ട്രാറ്റജിക് ലാംഗ്വേജ് അത് മാറ്റിയെടുക്കുവാനും കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷനിൽ ചില പുതിയ ഇൻസൈറ്റ്സ് കൊണ്ടുവരുവാനും ഒക്കെ ഈ സ്ത്രീകളുടെ ഇടപെടൽ മൂലം സാധിച്ചിട്ടുണ്ട്. നമ്മുടെ രാജ്യത്താണേലും ചില മൂവ്മെൻറ്റ്സിൽ സ്ത്രീകൾ പ്രത്യേകിച്ചും എൻവയറമെൻറ്റുമായിട്ടൊക്കെ ബന്ധിപ്പിച്ച് കിടക്കുന്ന ചില മൂവ്മെൻറ്റ്, അത് പീസ് മൂവ്മെൻറ്റിൻ്റെയും കൂടെ ഒരു ഭാഗം കൂടിയാണ്. കാരണം പീസ് വിത്ത് ഫെലോ ബീയിങ്സ് മാത്രമല്ല, ഇന്ന് ഈ ക്ലൈമറ്റ് ചേഞ്ച് പോലുള്ള ഇഷ്യൂസൊക്കെ നമ്മൾ കൺഫ്രണ്ട് ചെയ്യുമ്പോൾ ഹ്യൂമൻ സർവൈവലിന് ഈ ക്ലൈമറ്റ് പ്രൊട്ടക്ഷനും അതുപോലെ തന്നെ എൻവയറമെൻറ്റ് പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് വളരെ വളരെ ആവശ്യമാണ്. അപ്പം അത് എനിക്ക് തോന്നുന്ന ഇന്നിപ്പം ലോകമെമ്പാടും അംഗീകരിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. ദാറ്റ് വി നീഡ് മോർ women as leaders, not only of peace movements, peace organizations, but also in positions of authority, controlling the state as heads of governments, and as key individuals engaged in negotiations, particularly when peace agreements are being signed. Yes. ഇതിനു മുൻപ് പറഞ്ഞ ഒരു കാര്യം, അതായത് നമുക്കിപ്പം പീസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്, അത് ഗ്രേവ്യാർഡ് പീസ് അല്ല നമുക്ക് ആവശ്യം. നമുക്ക് അവിടെ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു പീസാണ് ആവശ്യം. അപ്പോൾ അതിനോട് ചേർന്ന് ഒരു ചോദ്യം സർ ഉള്ളത്, ഇന്ന് പീസ് അച്ചീവ് ആവുന്നത് പലയിടത്തും പവറിലൂടെയാണ്. അതിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെ അതൊരു വയലന്റ് ഫോമിലും അത് പ്രത്യക്ഷപ്പെടാറുണ്ട്. സാറിൻ്റെ ചിന്തയിൽ ഒരു ലീഡറിന്
ഗ്രിഗോറിയസ് തിരുമേനിയും അതുപോലെ ഒരു സക്സസ്ഫുൾ ഒരു ലീഡർ ആയിരുന്നു പീസ് റെസൊല്യൂഷനിലൊക്കെയും. അപ്പോൾ ഒരു ലീഡറിന് ആവശ്യമായ, എസ്പെഷ്യലി ഒരു പീസ് ആൻഡ് ഹാർമണി മെയിൻറ്റെയിൻ ചെയ്യാൻ ആവശ്യമായുള്ള ഒരു ക്വാളിറ്റീസ് അതെന്തൊക്കെയായിരിക്കും? പീസ് ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാൽ കൺവെൻഷണൽ ലീഡർഷിപ്പ്, നമ്മൾ ഒത്തിരി ലീഡർഷിപ്പ് തിയറികളും ഇതൊക്കെ ഉണ്ട്. പീസ് ലീഡർഷിപ്പ് എന്ന് പറയുന്നത് ഒരു ലീഡർ ബോധപൂർവം എന്താണ്, നമ്മൾ നിലവിലിരിക്കുന്ന ചിന്താധാരയെ ഒക്കെ വിട്ട് ബോധപൂർവം കാര്യങ്ങളെ മനസ്സിലാക്കുന്നതൊക്കെ അല്പം വ്യത്യസ്തമായ ഒരു നിലപാടെടുത്ത് പലപ്പോഴും എതിർപ്പുകളെയൊക്കെ അതിജീവിച്ച് മുന്നോട്ട് പോകുന്ന ഒരു തരത്തിലുള്ള ലീഡർഷിപ്പാണ് ശരിക്കും പറഞ്ഞാൽ വേണ്ടി വരുന്നത്. ഇപ്പം ഈ പവർ എന്ന് പറയുന്നത് ഉപയോഗിച്ചുകൊണ്ട് ഈ കോൺഫ്ലിക്റ്റുകൾ ഇല്ലാതാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ, നമ്മൾക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നതിനെ നമ്മൾ വെൽക്കം ചെയ്യണം. കാരണം പലപ്പോഴും കോൺഫ്ലിക്റ്റ് സംതിങ് ഈസ് റോങ് സംവെയർ എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ്. പക്ഷെ അതുകൊണ്ട് കോൺഫ്ലിക്റ്റ് നമ്മൾ വെൽക്കം ചെയ്യണം. അത് നിങ്ങൾ എങ്ങനെ ക്രിയേറ്റീവായിട്ട് അത് റിസോൾവ് ചെയ്ത് എന്താണ് ഒരു ട്രാൻസ്ഫോം ചെയ്ത് ഈ പാർട്ടീസ് തമ്മിൽ ഇൻ്റഗ്രേഷൻ ഉണ്ടാക്കാം എന്നതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. അപ്പം അതുകൊണ്ട് അതിന് അതുപോലുള്ള ഒരു വളരെ കോൺഷ്യസ് ആയിട്ടുള്ള എവറി സ്റ്റെപ്പ് ദാറ്റ് ഐ ടേക്ക് മസ്റ്റ് ബി ഡൺ ഇൻ എ വെരി കാൽക്കുലേറ്റഡ് മാനർ. അതുപോലെ തന്നെ ആ തരത്തിലുള്ള ലീഡേഴ്സിന് ഈ മറ്റ് കമ്മ്യൂണിറ്റീസൊക്കെ ആയിട്ട് റീച്ച് ഔട്ട് ചെയ്യാനുള്ള ഒരു കേപ്പബിലിറ്റി വേണം. ഇൻ എ സ്പിരിറ്റ് ഓഫ് റിലേറ്റഡ്നെസ്. ഞാൻ നേരത്തെ പറഞ്ഞ റിലേഷൻ വിത്ത് വേൾഡ് വ്യൂ, ഉബുന്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ആഫ്രിക്കൻ കൺസെപ്റ്റും ഒക്കെ ഈ ഗണത്തിൽ പെടും. പിന്നെ ഒരു ലീഡർ ഒരു തരത്തിലുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ ലീഡർ ആയിരിക്കും. മറ്റുള്ളവർക്ക് ഒരു പ്രചോദനം കൊടുക്കുന്ന ഒരു ലീഡറായിരിക്കും. അത് പലതരത്തിലുള്ള നോഷൻസ് ഉണ്ട്. ഇതിനോട് അടുത്ത് കിടക്കുന്ന ഒരു നോഷനാണ് ഒരു സെർവൻ ലീഡർഷിപ്പ് എന്ന് പറയുന്ന ഒരു നോഷൻ. പിന്നെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഒരു ഹൈ ഡിഗ്രി ഓഫ് ഇമോഷണൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് ഒരാൾക്ക് വേണം. ഇമോഷണൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ ഈ വികാരം തിരിച്ചറിഞ്ഞ് ആ വികാരവുമായിട്ട് നമ്മൾ അത് മനസ്സിലാക്കി അതിനോട് യോജിച്ച് നിൽക്കുവാൻ ഒരു നിർവികാരതയോടുകൂടി നമ്മൾ കാര്യങ്ങൾ കാണുന്ന ഒരു സമീപനം എടുക്കുന്ന ഒരു ലീഡർക്ക് ഒരിക്കലും ഒരു പീസ് ലീഡർഷിപ്പ് എക്സസൈസ് ചെയ്യാൻ സാധിക്കില്ല. അതുപോലെ റിലേഷൻഷിപ്പിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് റിലേഷൻഷിപ്പ് ബിൽഡിംഗ് ഈസ് വെരി വെരി ക്രൂഷ്യൽ ഇൻ സച്ച് കൈൻഡ് ഓഫ് ലീഡർഷിപ്പ്. അപ്പോൾ റിലേഷൻഷിപ്പിന് അവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ പരസ്പര വിശ്വാസം എന്ന് പറയുന്നത്, വിശ്വാസം അത് ഒരാളെ വിശ്വസിക്കുന്നില്ല എങ്കിൽ പിന്നെ അവരുമായിട്ട് നമുക്കൊരു ബന്ധമുണ്ടാക്കിയെടുക്കാൻ സാധിക്കില്ല. അപ്പോൾ പരസ്പര വിശ്വാസം, ഒരു തരത്തിലുള്ള ഒരു തുറവി എന്ന് പറയുന്നത്, ഓപ്പൺനെസ്, അതുപോലെ ഇതെല്ലാം ഒരു ലീഡർക്ക് വളരെ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ അവർ എപ്പോഴും ഒരു കോൺഫ്ലിക്റ്റിനെ ഒരു ഓപ്പർച്യൂണിറ്റി ഫോർ ഗ്രോത്ത് ആയിട്ടാണ് കാണുന്നത്. അല്ലാതെ അതിന് ഒളിച്ചോടി പോകുന്ന ഒരു സമീപനം ഒരു പീസ് ലീഡേഴ്സ് എടുക്കുകയില്ല. ഇതൊക്കെയാണ് എനിക്ക് തോന്നുന്നത് ഈ ഒരു പീസ് ലീഡറിന് ആവശ്യമായി വരുന്ന ചില കാര്യങ്ങൾ. ഒരു കമ്പാഷനേറ്റ് ആവുക, എംപത്തറ്റിക് ആവുക, അതുപോലെ തന്നെ ഈ ചെയ്യുന്ന പ്രവൃത്തിയിലൊക്കെ മറ്റുള്ളവരെയും കൂടെ ചേർത്ത് നിർത്തിക്കൊണ്ട് ഒരു ഇൻക്ലൂസീവ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് എടുക്കുക. അല്ലാതെ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളിൽ നമ്മളൊരു എക്സ്ക്ലൂസീവ്നെസ് കാണിക്കുന്നത് പോലെ ഉള്ള ധ്വനി ഒരിക്കലും വരാത്ത രീതിയിൽ പ്രവർത്തിക്കുക. ഇത് നമ്മുടെ അയൽരാജ്യമായിട്ടുള്ള നമ്മുടെ അടുത്ത് കിടക്കുന്ന ഒരു രാജ്യമാണ് ശ്രീലങ്ക. അവിടെ 2009 തമിഴ് പുലികളെ വളരെ അവരുടെ
ബാക്കിയുണ്ടായിരുന്ന തീവ്ര ഗ്രൂപ്പുകളെ മുഴുവനും അതിശക്തമായ ഭരണകൂടത്തിൻ്റെ ഈ സംവിധാനം ഉപയോഗിച്ച് അടിച്ചമർത്തിയതിന് ശേഷം അന്ന് അവിടുത്തെ പ്രസിഡന്റ് ഒരു പ്രഖ്യാപനം നടത്തി, ഞങ്ങൾ കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ ഒരു പുതിയ കൺട്രിബ്യൂഷൻ നൽകിയിരിക്കുന്നു. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തർക്കം പരിഹരിച്ചത് ഈ പവർ ഉപയോഗിച്ചുകൊണ്ടാണ്. പവർ ഉപയോഗിച്ചുകൊണ്ട് തർക്കം പരിഹരിച്ച് അതിനെ ഒരു ലീഡർഷിപ്പിൻ്റെ ഒരു മോഡലായിട്ട് ഉയർത്തിപ്പിടിച്ച് അദ്ദേഹം കയ്യടി വാങ്ങിക്കുകയുണ്ടായി. പക്ഷെ ആക്ച്വലി ആസ് ലോങ് ആസ് യു യൂസ് പവർ and engage in oppressive acts to contain a conflict, അതിൻ്റെ നെഗറ്റീവായിട്ടുള്ള ചില വശങ്ങൾ മാത്രമേ കണ്ടെയ്ൻ ചെയ്യപ്പെട്ടിട്ടുണ്ടാവൂ. പക്ഷേ as long as the justice issue was not addressed, the grievances were not addressed, new conflicts will rise again. അപ്പോൾ അതുകൊണ്ട് അതൊരു സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒന്നല്ല എന്ന് മാത്രമല്ല, അതിൻ്റെ അകത്ത് മറ്റുള്ളവരുമായിട്ട് റിലേറ്റ് ചെയ്യാനുള്ള ഒരു സ്പേസും ഇല്ല. അപ്പോൾ ഒരു റിലേഷണൽ ഫ്രെയിംവർക്കിൽ നിന്നുകൊണ്ട്, ഒരു ഇൻക്ലൂസീവ് ഫ്രെയിംവർക്കിൽ നിന്നുകൊണ്ട് മാത്രമേ ഒരു പീസ് ലീഡർ പ്രവർത്തിക്കാൻ സാധിക്കുള്ളൂ, അതിനുള്ള ലീഡർഷിപ്പ് കാണിക്കാൻ ഉള്ളതായി വരും. പിന്നെ കുറച്ച് ക്ഷമയും അതുപോലെ തന്നെ കുറച്ച് സംവേദന കഴിവും അങ്ങനെയുള്ള ചില ബേസിക് ഹ്യൂമൻ ക്വാളിറ്റീസും വേണം. വി ഹാവ് സം എക്സാമ്പിൾസ് ഓഫ് പീസ് ലീഡേഴ്സ് ലൈക്ക് നെൽസൺ മണ്ടേല, ബിഷപ്പ് ടുട്ടു, മാർട്ടി അത്തിസാരി, ഇങ്ങനെ പല കോഫി അന്നാൻ, ഇവരുടെയൊക്കെ എല്ലായിടത്തും നോക്കിക്കഴിഞ്ഞാൽ അവരൊക്കെ ആ ഒരു ഗണത്തിൽ പെടുന്നവരായി. പൗലോസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനിയുടെ ജീവിതത്തിലെ അനേകം ക്വാളിറ്റീസിൽ ചില ക്വാളിറ്റീസ്, സ്പെഷ്യലി ആസ് എ ലീഡർ അല്ലെങ്കിൽ ആസ് എ പേഴ്സൺ, ഹ്യൂമൻ, അത് ഈ തലമുറയ്ക്ക് അവരുമായിട്ട് ഷെയർ ചെയ്യാൻ പറ്റുന്നത് എന്തൊക്കെയായിരിക്കും സാർ? തിരുമേനി വളരെ ഒരു ലാളിത്യത്തിൻ്റെ ഒരു ഉടമയായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഒപ്പീനിയൻസ് ഒക്കെ അദ്ദേഹം വളരെ കെയർഫുൾ ആയിട്ട് ഫോം ചെയ്യുകയും ആ ഒപ്പീനിയനിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുകയും ചെയ്തു. എന്ന് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ വ്യക്തിഗത ലാളിത്യം പോലെ അതുപോലെ വളരെ സിമ്പിളായിട്ട് ചിലപ്പോൾ അല്പം സങ്കീർണമായിട്ടുള്ള കാര്യങ്ങൾ പോലും പ്രസൻറ്റ് ചെയ്യുവാനുള്ള ഒരു കഴിവും അദ്ദേഹത്തിനുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ ചില ആൾക്കാർ, ഞാൻ എന്താ പറയുന്നത്, അവർ സംസാരിക്കുമ്പോൾ ആൾക്കാർക്ക് മനസ്സിലാകില്ലാത്ത ഒരു ധ്വനി എടുത്തിട്ട് തൻ്റെ പാണ്ഡിത്യം അങ്ങനെ കാണിക്കുന്ന ഒരു സമീപനമുണ്ട്. തിരുമേനിയുടെ ഒരു അപ്രോച്ച് അങ്ങനെ ആയിരുന്നില്ല. പല ഗഹന കാര്യങ്ങളും ഒരു സാധാരണക്കാരനും മനസ്സിലാകാവുന്ന ഭാഷയിൽ, എന്നാൽ എഴുതുമ്പോൾ അങ്ങനെയുള്ള ഒരു ഓഡിയൻസിനും ഒരേ സമയം സ്വീകാര്യമാകുന്ന ഒരു രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു കഴിവുണ്ടായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹം ജസ്റ്റിസിന് വേണ്ടിയിട്ട്, നീതിക്ക് വേണ്ടി എപ്പോഴും വാദിച്ച ഒരു വ്യക്തിയായിരുന്നു. നീതിയും സ്വാതന്ത്ര്യവും, അത് നീതി നിഷേധം എവിടെ ഉണ്ടായിരുന്നാലും അതിനെതിരെ മുറവിളി നടത്തിയിരുന്ന ഒരു വ്യക്തിയായിരുന്നു. പിന്നെ അദ്ദേഹം മനസ്സിൽ കണ്ടതായ ഇന്ത്യ, ഇന്നിപ്പോൾ നാദ് നർമ്മ എന്നൊക്കെ പറയുമ്പോഴും ഒരു ബഹുസ്വരത നിലനിൽക്കുന്നതായ ഒരു തീവ്ര ബഹുസ്വരത നിലനിൽക്കുന്നതായ ഒരു ഇന്ത്യ ആണ് അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. പിന്നെ ഈ സമാധാനത്തെ പറ്റിയും അതുപോലെ തന്നെ സെക്യൂരിറ്റിയെ പറ്റിയും ഒക്കെ അദ്ദേഹത്തിൻ്റെ ഉണ്ടായിരുന്ന കാഴ്ചപ്പാടും അതും വളരെ വിശാലമായിട്ടുള്ളതും വളരെ കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഒരു കാഴ്ചപ്പാടായിരുന്നു. വികസനം, പ്രത്യേകിച്ചും പാശ്ചാത്യ മാതൃകയിലുള്ള വികസനം തന്നെ ഒരു തരത്തിലുള്ള ഒരു എക്സ്പ്ലോയിറ്റേഷനാണ് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അത് വളരെ രസകരമായിട്ടാണ്. ഇതിന് പിന്നീട് ഈ വിഷയങ്ങളൊക്കെ ഒരു 10 വർഷത്തിന് ശേഷം വ്യാപകമായിട്ട് ഡിസ്കഷൻ നടത്തുകയുണ്ടായി. പക്ഷേ അതിനൊക്കെ മുന്നേ തന്നെ തിരുമേനിക്ക് ഒരു ദീർഘവീക്ഷണത്തോടുകൂടി ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റി പറയാൻ സാധിച്ചു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു കഴിവാണ്. ഒരുപക്ഷെ അത് ഒരു പേഴ്സണലായിട്ടുള്ള ചില സ്കിൽസ് വഴി ലഭിച്ചതുമാകാം. അത്
പക്ഷെ എന്നാലും നമ്മളത് അംഗീകരിക്കേണ്ടതായി വരും. പിന്നെ ഒരല്പം ക്രിട്ടിക്കലായിട്ട് കാര്യങ്ങളെ കാണുവാനുള്ളൊരു ഇത്. അതേസമയത്ത് ക്രിസ്ത്യൻ വാല്യൂസിലേക്ക് പോയി, ഉദാഹരണത്തിന് സമാധാനത്തെ പറ്റി അദ്ദേഹം എടുത്തിരിക്കുന്ന ഒരു കൺസെപ്റ്റ്, ഈ ക്രിസ്ത്യൻ കൺസെപ്റ്റ് ഓഫ് ഷാലോം. ഈ ഷാലോമിനെ നമ്മൾ ഇന്റർപ്രറ്റ് ചെയ്യുന്നത് എന്താണ്, ഈ സെയിന്റ് അഗസ്റ്റിൻ പറയുന്നത് പീസ് ഈസ് ദി ട്രാങ്ക്വിലിറ്റി ഓഫ് ഓർഡർ എന്നാണ്. ട്രാങ്ക്വിലിറ്റി ഓഫ് ഓർഡർ. പക്ഷേ ഈ ട്രാങ്ക്വിലിറ്റി ഓഫ് ഓർഡർ എന്ന് പറയുന്നത് ഒരു ഡൈനമിക് ഓർഡറാണ്. അതിങ്ങനെ ഒരു നിശ്ചലമായ ഒരു കോണ്ടെക്സ്റ്റിലുള്ള ഒരു പീസല്ല, ചലനാത്മകമായ ഒരു ഇതിലുള്ള ഒരു നോഷനാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ അതിൻ്റെ അകത്ത് ഈ നോഷൻസ് ഓഫ് ജസ്റ്റിസ് ഇതൊക്കെ നമ്മൾ അക്കോമഡേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ക്രിസ്ത്യൻ വാല്യൂസിനെയും ക്രിട്ടിക്കൽ തിങ്കിങ്ങിനെയും ഒരേ സമയത്ത് മുൻപോട്ട് കൊണ്ടുപോകുവാനുള്ള ഒരു കാഴ്ചപ്പാട് തിരുമേനിക്കുണ്ടായിരുന്നു. അത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. പിന്നെ അദ്ദേഹം ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കി അവിടെ ഗാന്ധിയോടൊക്കെ ഈ അക്രമവാസന, അതല്ലെങ്കിൽ എക്സ്പ്ലോയിറ്റ് ചെയ്യാനുള്ള ഈ വാസന ഒരുപക്ഷെ ഈ പാശ്ചാത്യ സംസ്കാരത്തിൻ്റെ ഒരു പൈതൃകം തന്നെയാണോ, അവരുടെ ഈ ഭൗതികതയിൽ അധിഷ്ഠിതമായ ഈ മുതലാളിത്ത വികസന മാതൃകയുടെ ഒരു അവിഭാജ്യ ഘടകമാണോ എന്ന് അദ്ദേഹം ഒരു സംശയം പ്രകടിപ്പിച്ചുകൊണ്ട് ഒരിക്കൽ എഴുതുകയുണ്ടായി. ഇതൊക്കെ നമുക്ക് നോക്കിക്കഴിയുമ്പോൾ അദ്ദേഹത്തിൽ കാണുന്നതായൊരു എന്താണ്, ചില ആശയപരമായിട്ടും പിന്നെ പേഴ്സണലായിട്ടും പിന്നെ ഈ എന്താണ്, നമ്മൾ ക്രിസ്തീയതയും അതുപോലെ തന്നെ സമാന്തരമായി ഈ ലോകത്ത് നടക്കുന്ന കാര്യങ്ങളെ പറ്റിയും ഒക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സ് എന്ന് പറയുന്നതിനെ നമ്മളൊന്ന് ക്രമപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിൻ്റെ ഈ മാനസിക നില എന്നൊക്കെ പറയുന്നത് പല ഈ ബുദ്ധിസ്റ്റ് രീതിയിലുള്ള ഒരു തലത്തിലേക്ക് ഒരുപക്ഷെ എത്തി നിന്നിട്ടുണ്ടാകും. കാരണം അങ്ങനെ വരുമ്പോഴത്തേനും നമുക്കുണ്ടാകുന്ന ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ പലതിൽ നിന്ന് ഡിറ്റാച്ച്ഡ് ആയിട്ട് ഇരിക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാകും. അപ്പോൾ ഇത്രയും വലിയ പല സ്ഥാനങ്ങളിൽ ഇരിക്കുമ്പോഴും എനിക്ക് തോന്നുന്നു തിരുമേനിയിൽ ഉണ്ടായിരുന്ന ഒരു പ്രത്യേക കഴിവെന്ന് പറയുന്നത് ആ സ്ഥാനങ്ങളോടൊരു അറ്റാച്ച്മെന്റ് ഉണ്ടാകാതിരിക്കുക എന്നുള്ളതാണ്. അത് ഒരു തരത്തിലുള്ള ഒരു ബുദ്ധിസ്റ്റ് ഡിറ്റാച്ച്മെന്റിന് സമാനമാണ്. അതൊരു കഴിവാണ്. വെരി ഓഫൺ പീപ്പിൾ ഹു ആർ ഇൻ പൊസിഷൻസ് ദേ സീ ദി പൊസിഷൻ ഇറ്റ്സെൽഫ് ആസ് എൻ എൻഡ്, പക്ഷേ നോട്ട് ആസ് എ മീൻസ് ടു ഡു സം ഗുഡ് ഫോർ പീപ്പിൾ. അതുപോലെ തന്നെ ആ പൊസിഷൻ എന്ന് പറയുന്നതുമായി ബന്ധിപ്പിച്ച് അതിൽ നിന്ന് മുതലെടുക്കുവാനുള്ള ഒരു ശ്രമം നടത്താതിരിക്കുന്ന ഒരു രീതി. എന്നോട് എൻ്റെ സഹാധ്യാപകൻ പറഞ്ഞത്, ഈ തിരുമേനിയോട് ഇതിങ്ങനെ ക്ലാസ് എടുക്കുന്ന കാര്യം പറഞ്ഞപ്പം, അദ്ദേഹം ഒരു വളരെ ജൂനിയർ ആയിട്ടുള്ള ഒരു ലെക്ചറാണ്, ഒരു ഫുൾ ടൈം അധ്യാപകൻ പോലുമല്ല. പക്ഷേ അത് വളരെ എന്താണ് തന്മയത്വത്തോടുകൂടി അദ്ദേഹം അക്സെപ്റ്റ് ചെയ്ത് ഒന്ന് ക്ലാസ് എടുക്കാൻ അദ്ദേഹം കാണിച്ചത്, അത് എന്നോട് അദ്ദേഹം പറയുകയുണ്ടായി. അത് ഞാൻ ഇപ്പോഴും ഓർത്തിരിക്കുന്നു. അത് തിരുമേനിയിൽ കാണുന്നതായൊരു ഇതാണ്. ഞാനതിനെ വേറൊരു തരത്തിലാണ്, ഈ അറിവ് എന്ന് പറയുന്നത് അത് വർദ്ധിക്കും തോറും അറിവിൻ്റെ വ്യാപ്തിയെ സംബന്ധിച്ച് നമുക്കുള്ള പരിജ്ഞാനം അതും വർദ്ധിക്കുന്നു. അപ്പം അങ്ങനെ ഉള്ള ഒരു അവസ്ഥയിൽ നമ്മൾ കുറെ കൂടെ എളിമപ്പെടുന്നു. എളിമ എന്ന് പറയുന്നത് അത് എനിക്ക് തോന്നുന്നത് തിരുമേനിക്ക് ഉണ്ടായിരുന്നൊരു പ്രത്യേകത അതാണ്. അദ്ദേഹത്തിന് നല്ല പാണ്ഡിത്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ അറിവിൻ്റെ ആ മേഖലയെ പറ്റിയുള്ള അതിൻ്റെ ആ വ്യാപകമായ ലോകത്തെപ്പറ്റിയും പരിജ്ഞാനമുണ്ടായിരുന്നു. അതിൽ നിന്ന് വരുന്ന ആ പരിജ്ഞാനത്തിൽ നിന്ന് വരുന്നതായ ഒരു എളിമ, അത് എനിക്ക് തോന്നുന്നു തിരുമേനിക്ക് ഉണ്ടായിരുന്നൊരു പ്രത്യേകതയാണ്. Thank you, sir. Thank you so much for your valuable time and your wisdom and insight, sir. Thank you. Okay, thank you.